ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ബോർഡ് എക്സാം ആൻസർ സ്ക്രിപ്റ്റ് ചെക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിന്റെ വ്യൂ പോയിന്റിൽ നിന്നും ചിന്തിക്കാം. സപ്പോസ് രണ്ട് സ്റ്റുഡൻസ് എ ആൻഡ് ബി. എയുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ക്ലീൻ, നീറ്റ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. ബിയുടെ ഹാൻഡ് റൈറ്റിംഗ് മെസ്സി, സ്കാറ്റേർഡ് ആൻഡ് ഹാർഡ് ടു റീഡ്. പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടന്റ് ഒക്കെ സിമിലർ ആണെങ്കിലും മെസ്സി ഹാൻഡ് റൈറ്റിംഗ് സ്റ്റുഡന്റ് നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് സ്റ്റുഡന്റിനേക്കാൾ 5-10 മാർക്ക് വരെ കുറയാനാണ് സാധ്യത. അതാണ് റിയാലിറ്റി. അപ്പോൾ നന്നായി പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് നീറ്റായിട്ട് പേപ്പറിൽ പ്രസന്റ് ചെയ്യുകയും വേണം, അല്ലേ? ഞാൻ രാജലക്ഷ്മി മനോജ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെറും 7 ദിവസം കൊണ്ട് എങ്ങനെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാമെന്നാണ്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ലൈക്ക്, ഷെയർ, കമന്റ് ഓൾസോ. ഞാൻ പറഞ്ഞല്ലോ, ഈ രംഗത്ത് ഞാനൊരു തുടക്കക്കാരിയാണ്. അതിനാൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും എല്ലാം എനിക്ക് മറ്റൊരു വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം കൂടിയാണ്. അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് പ്രോബ്ലം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നത് കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹാൻഡ് റൈറ്റിംഗിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണയായി 3 മിസ്റ്റേക്കുകളാണ് വരുത്താറ്. ഫസ്റ്റ് വൺ ബാഡ് ഹാൻഡ് റൈറ്റിംഗ്, ആൻഡ് സെക്കൻഡ് വൺ സ്ലോ റൈറ്റിംഗ്, തേർഡ് വൺ തുടക്കം വളരെ നീറ്റായിരുന്നു പിന്നീട് ബ്രേക്ക് ആയി പോകുന്ന അവസ്ഥ. ഈ 3 പ്രോബ്ലത്തിനും 3 സയന്റിഫിക് സൊല്യൂഷൻസ് ആണ് ഇനി ഞാൻ പറയുന്നത്. ഇതിനുള്ള ഫസ്റ്റ് സൊല്യൂഷൻ ആണ് വാം അപ്പ് എക്സസൈസ്. എക്സാമിന് 5 മിനിറ്റ് മുമ്പ് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള ചെറിയ ചെറിയ ലൈൻസും കർവ്സും ഒക്കെ ഒരു വൈറ്റ് പേപ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ്ങിൽ നല്ല ഹാൻഡ് റൈറ്റിംഗും പിന്നീട് ബ്രേക്ക് ആയി പോകുന്നതുമായിട്ടുള്ള അവസ്ഥ. ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ എക്സസൈസ്. 7 ഡേയ്സിൽ ഒരു 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി, നല്ലൊരു മാറ്റം നമുക്ക് കാണാനാകും. സെക്കൻഡ് മെത്തേഡാണ് അനലൈസ് അവർ ഹാൻഡ് റൈറ്റിംഗ്. ആദ്യം നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ശ്രദ്ധയോടെ പരിശോധിക്കണം. പലർക്കും സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് സ്വന്തമായി വായിക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ടിട്ടുണ്ട്. സോ ആദ്യം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് റീഡബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് എവിടെയാണ് നമുക്ക് ന്യൂനത ഫീൽ ചെയ്യുന്നത് ആ ഭാഗം കണ്ടെത്തുക. ഓരോരുത്തർക്കും ഓരോ തരം പ്രശ്നങ്ങളായിരിക്കും. സോ അങ്ങനെ നമ്മൾ സാധാരണ വരുത്താറുള്ള 5 മിസ്റ്റേക്കുകളാണ് ഞാൻ ഇനി പറയുന്നത്. എന്നിട്ട് ഞാൻ അതിന്റെ സൊല്യൂഷൻസും പറയാം. അതിലൊരു മിസ്റ്റേക്കാണ് ഗ്യാപ്പ് ബിറ്റ്വീൻ വേർഡ്സ്. വേർഡ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കറക്റ്റായി അലൈൻ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. ഗ്യാപ്പ് കൂടാനും പാടില്ല, ഗ്യാപ്പ് കുറയാനും പാടില്ല. സെക്കൻഡ് മിസ്റ്റേക്ക് ആണ് ബിഗ് ഓർ സ്മോൾ സൈസ് ഓഫ് ലെറ്റേഴ്സ്. ചിലർ വളരെ കുഞ്ഞെഴുതുന്നതാണ്, അറ്റ് ദ സെയിം ടൈം ചിലർ വളരെ വലുതായി ഉരുട്ടി എഴുതുന്നതാണ്. ചിലപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ ഞാനീ സംസാരിക്കുന്നത് എക്സാം വ്യൂ പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ അത് റീഡബിൾ ആണോ, ഇംപ്രസീവ് ആണോ എന്നൊക്കെ നമ്മൾ ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ നെക്സ്റ്റ് വരുത്താറുള്ള മിസ്റ്റേക്ക് ആണ് അൺഈവൻ ഹാൻഡ് റൈറ്റിംഗ്. ചിലരുടെ ഹാൻഡ് റൈറ്റിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു നിരപ്പുണ്ടായിരിക്കത്തില്ല. ചില സ്ഥലങ്ങളിൽ വളരെ കുഞ്ഞായിരുന്നതാണ്, ചില സ്ഥലങ്ങളിൽ വളരെ വലുതായിരുന്നതാണ്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവത്തില്ല. അത് നമ്മൾ എൻഷുർ ചെയ്യണം. നമ്മൾ സാധാരണയായി വരുത്താറുള്ള മറ്റൊരു മിസ്റ്റേക്ക് ആണ് പ്രോബ്ലം വിത്ത് ഓൺ ലെറ്റർ. നമ്മൾ എഴുതുമ്പോൾ ഓരോ ലെറ്റേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ ശ്രമിക്കണം. ചിലർക്ക് എച്ചും എന്നും ഒരുപോലെ തോന്നും. അതുപോലെ ഇയും ഐയും, എമ്മും എന്നും, എയും ഓയും ഒക്കെ ഒരേപോലെ തോന്നും. അപ്പോൾ ക്ഷമയോടെ റിലാക്സ് ആയിട്ട് സാവധാനത്തിൽ ഓരോ ലെറ്റേഴ്സും എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തത് നമ്മൾ സാധാരണയായി വരുത്താറുള്ള 5 മിസ്റ്റേക്സിലാണ്. ഇനി നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തിയാലോ? അതിനുള്ള ഫസ്റ്റ് സൊല്യൂഷനാണ് റൈറ്റ് സ്ലോലി. നമ്മൾ വളരെ സ്ലോ ആയി എഴുതി പ്രാക്ടീസ് ചെയ്താൽ ഓരോ ലെറ്റേഴ്സും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇത് എക്സാം ടൈമിന് ബാധകമല്ല കേട്ടോ. എക്സാം ടൈമിൽ നമ്മൾ ഒരു നിശ്ചിത സ്പീഡിൽ എഴുതണം. പക്ഷേ നമുക്ക് ടൈം കിട്ടുമ്പോൾ ലെറ്റേഴ്സ് ഇങ്ങനെ സ്ലോ ആയി എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് എക്സാം ടൈമിൽ വളരെ നീറ്റായിട്ട് എഴുതാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് സൊല്യൂഷനാണ് ഹോൾഡ് പെൻ പ്രോപ്പർലി. ഞാൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ ഈ കാര്യത്തിൽ മറ്റു കുട്ടികളെ അനുകരിക്കുന്നത്. ചിലർ പെന്നിന്റെ എഡ്ജ് പാർട്ടിലായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്, ചിലർ മിഡിൽ സൈഡിലും, ചിലർ പെന്നിന്റെ പോയിന്റ് പാർട്ടിൽ നിന്നും കൂടുതൽ അകലം പാലിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എങ്കിലും എക്സ്ട്രീം എഡ്ജ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ കൂടുതൽ പ്രഷർ കൊടുത്ത് എഴുതുന്നതും നല്ലതല്ല. സോ ഹോൾഡ് പെൻ വിത്ത് ലെസ് പ്രഷർ. ഇല്ലെങ്കിൽ ഹാൻഡ് ഫിംഗർ നന്നായി പെയിൻ വരികയും ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യാനാകാതെ വരികയും ചെയ്യും. നെക്സ്റ്റ് സൊല്യൂഷൻ ആണ് ലെറ്റർ അലൈൻമെന്റ്. ഇതിന് ഏറ്റവും നല്ല പരിഹാരമാണ് 4 ലൈൻ അഥവാ 2 ലൈൻ ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. ലെറ്റേഴ്സിന്റെ ഹൈറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കും. സോ ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രാക്ടീസ് മോർ ആൻഡ് മോർ. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം തന്നെ ഇംപ്രൂവ്മെന്റ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ ഉണ്ടാക്കാൻ സാധിക്കും. സോ ദിവസവും 10-15 മിനിറ്റ് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ വേർഡ്സ്, അതുപോലെയുള്ള ചെറിയ സെന്റൻസ് ഇതൊക്കെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസിലൂടെ ബ്രെയിനും ഹാൻഡുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് സ്മൂത്ത് ആയിട്ട് നീറ്റ് ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാൻ സാധിക്കും. സോ ഇതോടുകൂടി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള അനലൈസിങ് അവർ ഹാൻഡ് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കടന്നാലോ? ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇംപ്രൂവ് സ്പീഡ്. സോ അതിനുള്ള ബെസ്റ്റ് പ്രാക്ടീസാണ് എയർ റൈറ്റിംഗ്. ഡെയിലി 5-10 മിനിറ്റ് ലെറ്റേഴ്സും സെന്റൻസും ഒക്കെ എയറിൽ എഴുതി പ്രാക്ടീസ് ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂവ് ഹാൻഡ്, നോട്ട് റിസ്റ്റ്.
സോ സ്ലോ ആയി തുടങ്ങുക, പിന്നീട് കുറച്ച് സ്പീഡ് കൂട്ടുക. സോ ഇതിലൂടെ നമ്മുടെ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ 3 ടെക്നിക്സുകളും ഡെയിലി 5-10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നായി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു.